ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടി. തച്ചനാട്ടുകര ചോളോടെ കുട്ടിയുടെ വീടും കുട്ടി പഠിച്ചിരുന്ന സ്കൂളും കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ, പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള കെ ഷാജ്, ലിജാരാജ് എന്നിവർ സന്ദർശിച്ചു. ആശിർ നന്ദയുടെ മാതാപിതാക്കളായ പ്രശാന്ത് കുമാറിനോടും സജിതയോടും കമ്മീഷൻ വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മകളുടെ മരണത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നിയമ നടപടികൾ എടുക്കണമെന്ന് മാതാപിതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രശ്നത്തെ വളരെ ഗൗരവമായി തന്നെ സമീപിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനമുണ്ടാകാൻ കമ്മീഷന് താൽപര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അധ്യാപകരെ മാറ്റി നിർത്തിക്കൊണ്ട് യാതൊരു ഫലമില്ലെന്നും കൃത്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അതിന്മേൽ നിരീക്ഷണമുണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. CBSE പോലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം ഉണ്ടാകണമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സ്കൂളുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ലഭ്യമാവുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾ വല്ലാത്ത നിലയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇത്തരം CBSE ബേസ്ഡ് സ്കൂളുകളിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യും. അതിൽ ഞാൻ അതാണ് പറഞ്ഞത്, ഈ അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായതും ആയിട്ടുള്ള നിയമനിർമ്മാണം അവിടെ ഉണ്ടാവണം. കുട്ടികളെ അനാവശ്യമായിട്ട് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥ ഇത്തരം സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടണോ വേണ്ടിയോ എന്നുള്ളത് രക്ഷിതാക്കൾ കൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അവർക്ക് വെറും പഠനം മാത്രം എന്ന് പറഞ്ഞാൽ അവരെ ട്രെയിനിങ്, സർക്കസിലുള്ള പോലെ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിക്കും അപ്പുറത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ സന്തോഷകരമായ ഒരു സാഹചര്യമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് കൗൺസിലിംഗ് കൊടുക്കാൻ അതെ JJ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ കൂടെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ എന്നുള്ള പോലീസുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിനും നൽകും. അപ്പോൾ തന്നെ കൗൺസിലിംഗ് കുട്ടികൾക്ക് നൽകാൻ തീരുമാനിക്കണം. തീർച്ചയായും അതിപ്പോൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ, അവിടെ മാനസിക സംഘർഷങ്ങളുള്ള കുട്ടികളെ പ്രത്യേകിച്ച് അവർക്ക് കൗൺസിലിംഗ് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടെ കമ്മീഷൻ ഏതായാലും ഈ കാര്യത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് ഈ കാര്യങ്ങൾ തുടർ നടപടികൾ കമ്മീഷൻ പരിശോധിക്കും. മരിച്ച കുട്ടിക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളും കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ടെന്നും തുടർന്നും കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നടത്താനുള്ള നിർദ്ദേശം നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും കമ്മീഷനോട് ആവശ്യപ്പെട്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. കൂടാതെ കുട്ടിയിൽ നിന്നും എഴുതി വാങ്ങിയ കത്തിന്റെ കോപ്പി മൊബൈലിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അത് മൊബൈലിൽ കാണുന്നില്ലെന്നും വീട്ടുകാർ പറയുന്നുണ്ടെന്നും KPM സലീം കമ്മീഷനെ അറിയിച്ചു. ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണം വേണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ കുട്ടിയുടെ കയ്യിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തിയിരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മതമാണ് എന്ന് എഴുതി വാങ്ങിച്ച ഒരു കത്ത് അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ആ ഫോണിൽ കാണുന്നില്ല. അവരറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലോ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. എന്നാൽ അവർക്ക് എഴുതാൻ വേണ്ടി കൊടുത്ത മോഡൽ കത്ത് സ്വാഭാവികമായിട്ട് ആ ഫോണിൽ നിലവിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൂടെ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ ഫോണിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്ന് കമ്മീഷൻ മുമ്പിൽ ബോധ്യപ്പെടുത്തി. CCN ചത്തല്ലൂർ.